ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലച്ച പൈസയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചും കൊണ്ട് നമ്മുടെ ദേവി ബാലൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കാത്ത സമാധാനത്തോടെ നോക്ക്, ഒക്കെ കാണും. ഇല്ല ബാലച്ച വാങ്ങിച്ച പൈസയും എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെവിടെ പോവാനാ? അയ്യോ, അപ്പം എനിക്കറിയില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഉടനെ തന്നെ ആനന്ദ് എവിടെ നിന്നുകൊണ്ട് പറയാം, അതെങ്ങനെ ശരിയാവും? അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സ്റ്റോറിലെ കണക്ക് 1 രൂപ പോലും കുറയാതെ കൃത്യമായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ ദേവി? അതെ, അത് എനിക്ക് തന്നെയാണ് ആനന്ദേട്ടാ, എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷേ ഈ കണക്ക് മാത്രമാണ് ശരിയാവാത്തത്, ഇതുവരെയുള്ള എല്ലാം ശരിയായിരുന്നു. അപ്പം മീനാക്ഷി എന്ന് പറയുന്നത്, ഏട്ടത്തി ടെൻഷൻ ആവാതെ നമുക്ക് പരിഹാരമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആനന്ദ് വീണ്ടും ചോദിക്കണം, മീനാക്ഷി നീ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ്? ആനന്ദേട്ടാ, ഒന്ന് സമാധാനപ്പെട്, ഏട്ടത്തിക്ക് എന്തോ കണക്ക് തെറ്റിപ്പോയതാണ്, അതുകൊണ്ടല്ലേ. അപ്പം പിന്നെ നീ അങ്ങ് ശരിയാക്കി കൊടുക്കുമെന്നാണോ പറയുന്നത് എന്ന് ആനന്ദ് കേട്ടോ. അപ്പം തന്നെ ബാലൻ പറഞ്ഞിട്ടുണ്ട്, അതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളൊന്ന് സമാധാനപ്പെട്, കണക്കിൽ കൂട്ടലോ കുറച്ചിലോ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും, അത് നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ, ഇതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പോഴേ നമ്മുടെ ആനന്ദ് പറഞ്ഞിട്ട്, അമ്മേ കണക്കുകളൊക്കെ കൂട്ടുന്നതിൻ്റെ ഈ ഒരു പിഴവുകൾ നിങ്ങളിപ്പോൾ അത്ര നിസ്സാരമായിട്ട് കാണുന്നല്ലേ? അങ്ങനെയാണെങ്കിലേ ഇതിനു മുമ്പ് നമുക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരുമായിരുന്നോ? ആരാന്ന് ഓർമ്മയുണ്ടോ? ധർമ്മൻ മാമൻ. പെട്ടെന്ന് എന്നെ നമ്മുടെ ദേവി പറയുന്നുണ്ട്, ബാലച്ച അത് എൻ്റെ ഭാഗത്തു നിന്നൊന്ന് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ശമ്പളത്തിൽ നിന്ന് വേണമെങ്കിൽ പിടിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ എന്തായാലും ബാലച്ചനത് സമ്മതിക്കണം, ശമ്പളത്തിൽ നിന്ന് പിടിക്കാമെന്ന്, എന്നാലും എനിക്ക് സമാധാനം വരും. ശരി, ദേവിയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. അപ്പോൾ എന്നിട്ടും ആനന്ദ് വിട്ടുകൊടുക്കുന്നില്ല. ആനന്ദ് പറയാം, അതുകൊണ്ടായില്ലല്ലോ അച്ഛാ, കാര്യങ്ങൾ പിന്നെയും കിടക്കല്ലേ. എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എല്ലാവരും ഉറ്റു നോക്കുക കേട്ടോ. അപ്പോൾ ആനന്ദ് വീണ്ടും പറഞ്ഞിട്ട്, പണം മോഷ്ടിച്ചത് ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മോഷണോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? പിന്നല്ലാതെ ആ പണം വെറുതെ നഷ്ടപ്പെട്ടതല്ല, അതാരോ മോഷ്ടിച്ചത് തന്നെയാണ് എന്ന് ആനന്ദ് വീണ്ടും പറയാം. അപ്പം നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട്, ഇവൻ എന്തൊക്കെയായി പറയണത്? അപ്പം ആരെയും എല്ലാവരും ചോദിക്കണം, നമ്മുടെ കടയിൽ നിന്ന് ആര് മോഷ്ടിക്കാനാ എന്ന് ചോദിക്കുമ്പം വീണ്ടും ആനന്ദ് പറഞ്ഞിട്ടുണ്ട്, അന്ന് 25,000 രൂപ കളവ് പോയപ്പോൾ മാമൻ എടുത്തു എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു ഇല്ലേ? അപ്പോൾ ബാലൻ്റെ മുഖം അങ്ങ് താന്നു പോയി കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ആനന്ദ് പറഞ്ഞിട്ടുണ്ട്, അന്ന് 25,000 രൂപ പോയില്ല, അതേപോലെ തന്നെയാണ് ഇന്നും പോയിരിക്കുന്നത്, ഇന്നിപ്പോൾ തുക കുറവാണെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് മോഷണം അല്ലാതാവോ? ആനന്ദേ, നീ എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്? നീ പറ, ചുറ്റി വളയ്ക്കരുത്, തെളിച്ച് പറ എന്നിങ്ങനെ ആ ബാലൻ പറയാം കേട്ടോ. അപ്പം നമ്മുടെ ആനന്ദ് പറയാം, ഈ കാര്യം അങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല, കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം പിടിയുള്ളൂ. എന്ത് കാര്യം? പറയാം, ഞാൻ തന്നെ പറയാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോടത്തെല്ലാം. മാമൻ ഇപ്പോൾ ഗോമതി സ്റ്റോറിൽ വരുന്നില്ല, പിന്നെ ആരായിരിക്കും ആ പണം മോഷ്ടിച്ചത്? അപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം ഒരു വല്ലാതായി കേട്ടോ. അപ്പം ആകാശ് പറഞ്ഞിട്ട്, അതിന് നടന്നത് മോഷണം തന്നെയാണോ? അതങ്ങ് ഉറപ്പിച്ചോ? അതേടാ, മോഷ്ടിച്ചത് തന്നെയാണ്, പക്ഷേ മോഷ്ടിച്ചത് ആരാന്നേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതും കൂടെ കേൾക്കുമ്പോൾ ദേവി ആകെ തളർന്നു പോയി കേട്ടോ. എന്താവും? പക്ഷേ ഞാൻ ആളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. കടയിൽ നിന്ന് നഷ്ടപ്പെട്ട പണം മോഷണം പോയതാണെന്ന് എനിക്കുറപ്പില്ല എന്ന് ബാലൻ പറയാണ്. ശരി, ഇനിയിപ്പം നീ പറയുന്നത് അംഗീകരിച്ചു എന്ന് വെച്ചോ. ആ പണം മോഷ്ടിച്ചത് ആരായിരിക്കും? നീ പറ. ആളുടെ പേര് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്? ആളുടെ പേര് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കില്ല എന്ന് പ്രത്യേകം നീ പറഞ്ഞു. അപ്പോൾ പിന്നെ അത്രയും വിശ്വാസമുള്ള ഒരാളായിരിക്കും അത് മോഷ്ടിച്ചത്. എന്നാൽ പിന്നെ നീ പറ, തുറന്ന് പറ. ദേവിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കട്ടോ, ദേവിയുടെ കണ്ണാണെങ്കിൽ ഇങ്ങനെ മിഴിച്ചിരിക്കുകയാണ് പേടിച്ച് വരച്ചിട്ട്. അപ്പോഴാണ് ആനന്ദ് അങ്ങോട്ട് പൊട്ടിക്കുന്നത് കേട്ടോ ആ ഒരു സത്യം. ആ പണം മോഷ്ടിച്ചാരും നിൽക്കുന്നോ? മറ്റാരുമല്ല, ദേ ഇവളുടെ തന്തയാണ് ഉദയഭാനു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൈ ചൂണ്ടി കാണിക്കട്ടോ ദേവിയുടെ മുമ്പിൽ. അങ്ങനെ ബാലൻ ഞെട്ടി ചാടി എണീക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോമതി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വന്ന് ഓടി വന്ന്, വായി തോന്നണ എന്തും വിളിച്ച് പറയാമെന്ന് വിചാരിച്ചോടാ നീ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിനൊരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ആനന്ദം വല്ലാതെ ആയിപ്പോയി. എന്നിട്ട് ഗോമതി പറയാണ്, എടാ നീ ആരെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലായോ? മാന്യനായ ഒരാളിനെക്കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതും ദേവിയുടെ അച്ഛനെക്കുറിച്ച്. ദേവിയുടെ അച്ഛൻ മാന്യൻ, നിങ്ങളൊക്കെ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എന്താ ഏട്ടന് എന്തു പറ്റി? ബാലനും അങ്ങോട്ട് പറയുന്നുണ്ട്, ദേ ആനന്ദേ, ആവശ്യമില്ലാതെ നീ ഒന്നും വിളിച്ച് പറഞ്ഞേക്കില്ല കേട്ടല്ലോ, കാര്യം അറിയാണ്ട്. എന്ത് കാര്യം അറിയാതെ അച്ഛാ? അച്ഛന് തെളിവ് വേണോ? എൻ്റെ കയ്യിൽ തെളിവുണ്ട്, പണം മോഷ്ടിച്ച ആളാരാന്ന് അയാളുടെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ പറയാ. എന്നിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, ആനന്ദേ നീ എന്താടാ കുടിച്ചിട്ടുണ്ടോ? നിനക്ക് ബോധമില്ലടാ? അച്ഛാ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ നല്ല ബോധത്തോടു കൂടിയാ സംസാരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം വെറും പച്ചക്കള്ളങ്ങളാണ്. എന്തൊക്കെയാണ് നീ പറയുന്നത്? ദേവി പേടിച്ച് കണ്ണും പിഴിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അയാളെ, ആ ഉദയഭാനു, അയാൾ നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ആളല്ല.
എടാ അയാളെക്കുറിച്ച് നീ ഇനി ഒന്നും മിണ്ടരുത്. എടാ നല്ലൊരു മനുഷ്യനാ. അല്ലച്ചാ, അയാളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല, നമ്മൾ അയാളെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പോഴാണ് ആകാശ് പറഞ്ഞിട്ടോ, അതെ ഉദയഭാനു മക്കളുടെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലേ? ഞാനും ആര്യനൊക്കെ കൂടെ പോയി അന്ന് ഒരിക്കൽ സംശയം പറഞ്ഞല്ലോ ആര്യൻ, അന്ന് ഞാനും മാമനൊക്കെ പോയി അന്വേഷിച്ചതാ. ഉദയഭാനു അങ്കിള് നമ്മളോട് പറഞ്ഞതെല്ലാം സത്യമാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ അത് ശരി, മിക്കവാറും നിങ്ങൾ അന്വേഷിച്ചതേ അയാളോട് തന്നെയായിരിക്കും നിങ്ങൾ പോയി അന്വേഷിച്ചത് അയാളെക്കുറിച്ച്. കാരണം ഉദയഭാനു വേഷം മാറിയാണ് നടക്കുന്നതെന്ന് ആനന്ദിനറിയാമല്ലോ. പക്ഷേ അയാളെപ്പോലെ ഒരാളിനെക്കുറിച്ച് ആരും നല്ലൊരു അഭിപ്രായം പറയില്ല. അയാൾ കള്ളനാണ്, പേരും കള്ളനാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ആനന്ദ് പറയാൻ തുടങ്ങി കേട്ടോ. എടാ നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് ഗോമതി. ഇല്ലമ്മേ, നിങ്ങൾക്ക് ആർക്കും അയാളെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാൽ പിന്നെ സത്യം തെളിച്ച് പറ. അമ്മേ, ഞാൻ എത്ര ദിവസം കൊണ്ട് എൻ്റെ മനസ്സിൽ ഓരോ സങ്കടങ്ങൾ അടക്കി വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയോ? എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയും? എൻ്റെ മനസ്സ് തകർന്നാണ് ഞാൻ ജീവിക്കുന്നത്. എത്രയോ ദിവസമായി നിങ്ങൾക്കറിയോ? നിങ്ങൾ ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകളായ ഈ ദേവി, അവളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പറയണമല്ലോ. പക്ഷേ എൻ്റെ മനസ്സെന്താ നിങ്ങളാരും കാണാത്തതെന്ന് പറഞ്ഞോളൂ. നമ്മുടെ ആനന്ദ് അങ്ങ് കരയാൻ തുടങ്ങിയിട്ടോ. ഇത് ആനന്ദ് കരണ്ടാണ്ട പിന്നെ ബാലന് തകർന്നു പോവില്ലേ? ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ, നിനക്ക് എന്താ പ്രശ്നം? നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഉണ്ടച്ചാ, ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. കുറേ നാളായിട്ട് ഞാൻ നേരെ ചൊവ്വേ ഉറങ്ങിയിട്ടില്ല, നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത്രമാത്രം വേദനയോടുകൂടിയാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്, അറിയോ? എന്നിട്ടോ ഇവള് അങ്ങനെയാണോ ഇവിടെ കഴിയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേവീനെട്ടോ. അപ്പോൾ ദേവിയാണെങ്കിൽ അങ്ങ് ഭൂമി താന്നങ്ങ് പോയാൽ മതി, അത്രയ്ക്ക് ഒരു വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ്. അവസാനം ആനന്ദ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് മനസ്സിലായി, പക്ഷേ നിൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, നീ ഒരു കാര്യം ചെയ്യുക, അത് ഞങ്ങളെ കാണിക്കുക. പക്ഷേ ഞാനത് കാണിക്കാം അച്ഛാ. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിയണം. അപ്പോൾ ബാലൻ ആനന്ദിൻ്റെ സങ്കടവും കരച്ചിലൊക്കെ ഒരു വല്ലാതെ ആയിപ്പോയി കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദേവി അവിടെ നിന്നുകൊണ്ട് ആനന്ദ് നോക്കി കണ്ണ് കാണിക്കുകയാണ്, ഒന്നും പറയരുതെന്ന് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ആനന്ദ് പറയാം, അതേ കണ്ടോ അവൾ എന്നെ നോക്കി കാണിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോഴും അവളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവളെ രക്ഷിക്കണം, അവളെ കുടുംബത്തെ രക്ഷിക്കണം, കണ്ടോ? അല്ലാതെ എന്നെയോ എൻ്റെ കുടുംബക്കാരെ മനസ്സിലാക്കാനോ ഇനിയെങ്കിലും സത്യം തുറന്നു പറയണമെന്നോ അവൾ ചിന്തിക്കുന്നില്ല. കണ്ടില്ലേ, കള്ളിയാണ് കള്ളി. നീ എന്തൊക്കെയാടാ ദേവിയെക്കുറിച്ച് പറയുന്നത്? അറിയില്ല നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സ്, ഞാൻ എന്തുമാത്രം സങ്കടപ്പെടുന്നു. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി നിങ്ങൾക്കറിയോ? എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല, മരിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ഉള്ള സങ്കടങ്ങൾ കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് മനസ്സ് പൊട്ടിയാണ്. ആ നേരത്തെ എല്ലാവരും അന്തം വിട്ടു, ആനന്ദിൻ്റെ മനസ്സിന് ഇത്രയും വലിയൊരു വേദന ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ എൻ്റെ ഇത്രയും വലിയൊരു ചതി എനിക്കത് താങ്ങാനാവുന്നില്ല. അവസാനം ബാലൻ പറഞ്ഞു, മോനെ നിനക്ക് എന്താ ഇത്ര താങ്ങാൻ വയ്യാത്ത പ്രയാസം? ഞങ്ങളോട് പറ, നിൻ്റെ അച്ഛനും അമ്മയും അല്ലേ? ഗോമതിയും ചെന്ന് പറയാണ്. അവസാനം ആനന്ദ് പൊട്ടി തകർന്നു പോയി. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു സ്നേഹം കൂടെ കിട്ടുമ്പോൾ ആനന്ദ് അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ബാലനെ കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടി കരയാണ്. അന്നേരം എല്ലാവർക്കും അത്ഭുതമായിപ്പോയി. ഈശ്വര, ഇതെന്താ ഇപ്പം ദേവിക്കറിയാം, ഇപ്പം വിളിച്ച് പറയുന്നു. അപ്പോഴാണ് ആനന്ദ് വീണ്ടും പറയാനുണ്ട്, അതെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് പറയാത്തത് നിങ്ങൾക്കറിയോ? നിങ്ങൾ തകർന്നു പോകും, എൻ്റെ അച്ഛൻ തകർന്നു പോകും. അച്ഛന് തെറ്റ് പറ്റിപ്പോയി എന്ന് അച്ഛന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛന് മാനസികമായി തളർന്നു പോവില്ലേ? അച്ഛൻ തെറ്റുകാരനായി എന്ന് അച്ഛന് തോന്നില്ലേ? അതെന്താ അങ്ങനെ? അച്ഛൻ തെറ്റുകാരനാണെന്നോ? അപ്പം ആര്യനും ആകാശം കൂടെ പറയുന്നുണ്ട്, അതെ അച്ഛൻ തെറ്റുകാരനാവാൻ വേണ്ടിയിട്ട് എന്ത് കുറ്റം ഇവിടെ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അത്രയ്ക്കും വേദന എന്താ മനസ്സിൽ? പറ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വഴി കണ്ടെത്താം. ആനന്ദേട്ടാ പറ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ലേ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും മിത്രയും കൂടെ പറയാട്ടോ. അപ്പോഴാണ് ആനന്ദ് പറയുന്നത്, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല. പിന്നെ എടാ ഏട്ടനിപ്പോൾ വലിയൊരു കുഴിയിൽ ചെന്ന് അകപ്പെട്ടിരിക്കുക, അതിൽ നിന്ന് കര കയറാൻ എനിക്കാവില്ല. എൻ്റെ അച്ഛനും കൂടെ അതിൽ പെട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടമെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ദേവി വീണ്ടും അവിടെ നിന്ന് കണ്ണ് കാണിക്കുകയൊക്കെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പം ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ അതാണ്, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, അത് നമുക്ക് ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞ് തീർത്താൽ പോരെ ആനന്ദേട്ടാ, എന്തിനാണ് ഇവരെയൊക്കെ വിഷമിപ്പിക്കണേ? കണ്ടോ പേരും കള്ളി, അവൾ പറയുന്ന സംസാരം കണ്ടില്ലേ? എടി നീ അപ്പോഴും അവളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ നീ സൂഹിക്കണ്ട, ഇനി നീ നല്ല രീതിയിൽ പോകണ്ട, ഇതെനിക്ക് തുറന്ന് പറയണം. ആദ്യം പറയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ നമ്മുടെ ഗോമതി വന്ന് പറയുന്നുണ്ട്, എടാ നിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി. കുഞ്ഞ് നഷ്ടപ്പെട്ട അന്ന് മുതൽ നിനക്ക് ദേവിയോട് ഭയങ്കര ദേഷ്യമാണ്. അതിൻ്റെ സത്യാവസ്ഥ നീ അറിയണം. ദേവി കാരണമല്ല ആ കുഞ്ഞ് മരിച്ചത്, അത് വിധി, അത്രയും വിചാരിച്ചാൽ മതി. എന്നിട്ടും അലോകിൻ്റെ പേര് ഇവർ പറയണില്ല കേട്ടോ. അലോകിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ പോക്ക് കേസാ, അവനെ വേണമെങ്കിൽ കൊന്നിട്ട് വരും ആനന്ദ്. അത്രയ്ക്ക് ദേഷ്യമാണല്ലോ ആനന്ദിനുള്ളത്. അപ്പം
വീണ്ടും നമ്മുടെ ദേവി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ഗോമതി ഇങ്ങനെയൊക്കെ പറയുമ്പം ആനന്ദ് പറയുന്നുണ്ട്, അതല്ല കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതൊക്കെ ശരി തന്നെ, നിങ്ങളെല്ലാവരും അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? പക്ഷേ അതൊന്നും അല്ലമ്മേ കാര്യം, ഇത് വേറെയാണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ ദേവി, അവളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തറിയാം? പറ മീനാക്ഷി, നിങ്ങളെ ഏട്ടത്തെക്കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? അമ്മയുടെ പുന്നാര മരുമോളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എൻ്റെ അനിയന്മാർ, നിങ്ങളുടെ ഏട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പറ. പക്ഷേ എനിക്കെല്ലാം അറിയാം. ഹനിക്കുട്ടിക്കറിയോ നിൻ്റെ ഏട്ടത്തി ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നോ? എന്താ എല്ലാവരും ഇവൻ എന്തൊക്കെയായി പറയണേ? എടാ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അച്ഛൻ്റെ മരുമോൾ ഏതുവരെ പഠിച്ചിട്ടുള്ളത് അറിയോ? ആർക്കും അറിയില്ല. അപ്പം മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, ഏടത്തി MA ലിറ്ററേച്ചർ അല്ലേ? അപ്പോൾ ആനന്ദ് ഒന്ന് ചിരിക്കുകയാണ്. MA ലിറ്ററേച്ചർ, ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. അല്ല, പക്ഷെ നമ്മളെ എല്ലാവരെയും ഇവളെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഇവളെ കുടുംബം ചേർന്ന് ചതിച്ചതാ, അറിയോ അമ്മയ്ക്കറിയോ? അമ്മയുടെ ഈ പുന്നാര മോളില്ലേ ദേവി മോള്, 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അറിയോ? ദേവിയാണെങ്കിലേ ആകെ ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴും ഭൂമി പിളർന്നാൽ ദേവി അതിനകത്ത് വീഴുട്ടോ, അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പേടിച്ച് വിറച്ചു ദേവി നിൽക്കുകയാണ്. ഇനി അടുത്തിനി എന്താ? അപ്പോൾ ബാലന് അന്തം വിട്ടുപോയി. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് സ്കൂളിൽ ജോലിയും ഒക്കെ ആക്കിയിട്ട് നമ്മുടെ ഗോമതി പറയാം, എന്താണ്ടാ നീ പറഞ്ഞത്? അതെ അമ്മേ, അതാണ് റിയാലിറ്റി. അവൾ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആണെന്തേ നീ എന്തൊക്കെയാടേ പറയുന്നത്? മിത്രയും ചോദിക്കുന്നുണ്ട്, എന്താ ഇത്? അച്ഛനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ഇവളെല്ലാം കൂടെ നമ്മളെ ചതിച്ചതാണ്, കള്ളം പറഞ്ഞ് അവൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവി തകർന്ന് അങ്ങ് തരിപ്പണമായി കേട്ടോ. ഇപ്പോൾ വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ബാലനും ഗോമതിയായ എല്ലാവരും ആ വീട് മൊത്തത്തിലാകെ കുലുങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്